എനിക്ക് ശ്രീ KVS ഹരിദാസിനെ പോലെ ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു വക്താവിന് ഇങ്ങനെ വന്ന് ന്യായീകരിക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സത്യം ഞാൻ വിഷമം തോന്നുന്നുണ്ട്. ഈ പ്രായത്തിൽ നിന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്നുള്ളത്. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടി ഇത് കേൾക്കുന്ന ജനങ്ങളുടെ ഇൻഫർമേഷൻ ആയിട്ട് പറയാം. ഇവിടെ അതൊക്കെ ജനങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ വളരെ ട്രാൻസ്പെറന്റ് അല്ലേ, വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാം. ഇവിടെ ഇതിനകത്തെ ഒരു ശ്രീ ഹരിദാസ് എടുക്കുന്ന ഒരു നയം എന്താന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ട് വഴിക്ക് മേടിച്ചാൽ അത് കറപ്ഷൻ അല്ല എന്നാ. അവിടെയാണ് ഹരിദാസ് ദർ ഇസ് എ ഫണ്ടമെന്റൽ ഫ്ലോ. നിങ്ങളെടുത്ത തീരുമാനങ്ങളും അല്ലെങ്കിൽ ഓരോ കമ്പനികൾക്ക് കൊടുത്ത ആനുകൂല്യങ്ങളും ഇതും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അത് ഇലക്ട്രൽ ബോണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെങ്കിലും ഇത് തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഇത് ക്ലിയർ കേസ് ഓഫ് കറപ്ഷൻ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരുന്നതാണ്. മനസ്സിലായോ? അല്ലാതെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് മേടിച്ചുകൊണ്ട് മാത്രം അതിനകത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ പുറത്തേക്ക് വരുന്നില്ല. ക്ലിയർ മറുപടി പറയാത്തതിൽ നിരാശയുണ്ട്. ശരത്ചന്ദ്ര റെഡ്ഡി ഉദാഹരണം ഞാൻ പറയാം. ശരത്ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷമല്ലേ ശരത്ചന്ദ്ര റെഡ്ഡി ആദ്യം 5 കോടി കൊടുത്തത്, പിന്നീട് പല ഘട്ടങ്ങളിലായി 50 കോടി കൊടുത്തത്. ആ പണം കൊടുത്തതിന് ശേഷമല്ലേ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കാതിരുന്നത്? അതിനുശേഷമല്ലേ ശരത്ചന്ദ്ര റെഡ്ഡി മാപ്പുസാക്ഷിയായിട്ടുള്ളത്? അതൊന്നും മറുപടി പറയാതിരിക്കുക. ഞാനത് പറയാന്ന് അല്ല, അതെന്നെ പറയുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഫാർമ കമ്പനി വഴിക്ക് 25 കോടിയും പിന്നീട് അദ്ദേഹത്തിന്റെ റിലേറ്റഡ് കമ്പനീസ് വഴിക്ക് വേറെ 25 കോടിയും കൊടുത്ത് അദ്ദേഹത്തിനെതിരായ കേസിൽ അദ്ദേഹത്തെ ജാമ്യം നിങ്ങൾ പറഞ്ഞ പോലെ ഒപ്പോസ് ചെയ്യാണ്ട് മാപ്പ് സാക്ഷിയാക്കി മാറ്റിയിട്ടാണ് ഇപ്പൊ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നടത്തുന്നത്. ഈ മാപ്പ് സാക്ഷിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ അകത്ത് കിടക്കുന്നത്. കാര്യം കൂടി ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഇലക്ട്രൽ ബോണ്ട് വഴിക്കാൻ മേടിച്ചേ അതുകൊണ്ട് കേസില്ല എന്നല്ല. ഓരോരോ കേസ് എടുത്ത് നോക്കിയാലും അറിയാം, നിങ്ങൾ മേടിച്ച ആയിരക്കണക്കിന് കോടി ഉറുപ്പിക വെറുതെ അല്ല, ഒന്നിക്ക ഭീഷണിപ്പെടുത്തിയിട്ട് മേടിച്ചിട്ടുണ്ട്. ED അല്ലെങ്കിൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ CBI റെയ്ഡില്. അല്ലെങ്കിൽ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീ ശ്രീനിവാസൻ. എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണ്? കോടതിയുടെ നിരീക്ഷണത്തിലുള്ള SIT കേന്ദ്ര സർക്കാരിന് അത് പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കോടതി പോകണം. നികേഷേ, എല്ലാ കാര്യത്തിനും കോടതി പോണെന്ന് പറഞ്ഞ പിന്നെ എന്തിനാ ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം? CBI മറ്റൊക്കെ ഞങ്ങളിപ്പോ ഇനി വരും ദിവസങ്ങളിൽ നോക്കട്ടെ അന്വേഷണം നടക്കുമെന്നുണ്ടെങ്കിൽ. അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും കോടതിയെ സമീപിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. CPM-ന്റെ പ്രതിനിധി ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി, അദ്ദേഹം BJP-യുടെ പ്രതിനിധിയാണ്. ഇത്ര വ്യക്തമായിട്ട് BJP-യെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കരുവന്നൂർ കേസിലെ ED അന്വേഷണം നീട്ടിക്കൊടുത്തതിനാണോ അല്ലെങ്കിൽ മറ്റേ കള്ളക്കടത്ത് കേസിലെ അന്വേഷണം പുരോഗമിക്കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയാം നികേഷ്, ഒരു വാക്ക് ഞാൻ പറയാം. ഞാനും ഒരു സിവിൽ സർവന്റ് ആയിരുന്നതാണ്. ഈ കമ്പനിയുടെ SFIO ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ, വെറും 8 ദിവസം കൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഒരു നല്ലൊരു കോമ്പിറ്റന്റ് ഉദ്യോഗസ്ഥൻ. ഇൻകം ടാക്സിലൊക്കെ എത്രയോ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. കമ്പനീസ് ആക്ടില് അവർ രജിസ്ട്രാർ കമ്പനീസിൽ എത്രയോ മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരെ കൊടുത്താണ്ടല്ലോ 8 ദിവസം കൊണ്ട് ഇതെന്തിനാ വെച്ചാലുണ്ടല്ലോ, ഇവിടെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ, കോൺഗ്രസ് മുക്ത ഭാരതം നടപ്പാക്കാനായിട്ട് CPM-ഉം BJP-യും തമ്മിലുള്ള ക്ലിയർ ആയിട്ടുള്ള സംസ്ഥാനത്തെ മറുപടി പറയും. Debate with MV Nikesh Kumar.